ഈ കാണുന്ന അറബി വീട്ടിൽ 20-ാം വയസ്സിൽ ജോലി തേടിയെത്തിയതാണ് മലപ്പുറം കോട്ടയ്ക്കലിൽ നിന്നും അലവിക്കുട്ടി. വർഷം 43 കടന്നുപോയി. ഇപ്പോൾ പ്രായം 63 ഇപ്പോഴും ഒട്ടകത്തെയും ആടിനെയും പരിപാലിച്ചുകൊണ്ട് നമ്മുടെ അലവിക്ക ഇവിടെ തന്നെയുണ്ട്. കടലിനക്കരെ കാണാനുള്ള പൂതി കൊണ്ട് കടൽ കടന്നതല്ല, ജീവിതം കടലെടുത്തു പോകുമെന്ന അവസ്ഥയിൽ 20-ാം വയസ്സിൽ അറബി നാട്ടിലേക്ക് നീന്തിക്കയറിയതാണ് അലവിക്കുട്ടി. പട്ടിണിയും പച്ചവെള്ളവും കൊണ്ട് വിശപ്പടക്കേണ്ടി വന്ന വീട്ടിൽ നിന്ന് അലവിക്കുട്ടി ഒളിച്ചോടിയത് സ്വന്തം ജീവിതം തീരത്തെടുപ്പിക്കാൻ മാത്രമായിരുന്നില്ല. ഗതി കിട്ടാതെ അലയേണ്ടി വരുമായിരുന്ന 7 സഹോദരങ്ങളടങ്ങുന്ന കുടുംബത്തെ കരപിടിപ്പിച്ചപ്പോഴേക്ക് 20ന്റെ ചോരത്തിളപ്പിൽ നിന്നും അലവി 63ന്റെ വാർദ്ധക്യത്തിലെത്തി. റാസൽ ഖൈമ മരുഭൂമിയിലെ ഈ ലയത്തിൽ കഴിഞ്ഞ 43 വർഷമായി ആടുകൾക്കും ഒട്ടകത്തിനുമിടയിലാണ് ആ മലപ്പുറം കോട്ടയ്ക്കൽക്കാരന്റെ ജീവിതം. വന്നത് 20 വയസ്സ് 1980 ജനുവരി 23-ാം തീയതി യുഎഇയിൽ ഇറങ്ങി. ഗൾഫായിരുന്നു, ദുബായിൽ എയർപോർട്ടിൽ ഇറങ്ങിയത്. ഇവിടെ വന്ന് നേരെ ഈ റൂമിലോട്ടാ ഇവിടെ ഒന്ന് കൊണ്ടുവന്നത്. അങ്ങനെ ഇവിടെ അപ്പോൾ പണി പറഞ്ഞു, തോട്ടങ്ങളൊക്കെ ഭയങ്കര വൃത്തിയായി കിടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഈ തോട്ടത്തിന്റെ ഈ തലക്കന്നാണ്ട് തുടങ്ങി വൃത്തിയാക്കൽ. അങ്ങനെ ഇങ്ങനെയുണ്ട് നേരെ ഇങ്ങനെ പോയി. അന്ന് ശമ്പളമൊക്കെ കുറവാണ്, 500 ദിർഹംസ് കിട്ടും. 500 ദിർഹംസ് കിട്ടിക്കഴിഞ്ഞാൽ 485 റുപ്പി 1000 റുപ്പി കിട്ടും നാട്ട്, ഇന്ത്യൻ മണി. ഏത് നിമിഷവും നിലം പതിച്ചേക്കാവുന്ന 100 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടം. ഒറ്റവാക്കിൽ മറ്റൊരു നരകമെന്നേ വിശേഷിപ്പിക്കാനാകും. ഭക്ഷണം പാകം ചെയ്യുന്നതും കഴിക്കുന്നതും കിടക്കുന്നതുമെല്ലാം ഈ മിണ്ടാപ്രാണികൾക്കൊപ്പം തന്നെ. ഒറ്റപ്പെടലിന്റെ വേദന മറികടക്കാൻ ആടുകൾക്കെല്ലാം അലവിക്കുട്ടി ഓരോ പേരുകൾ ചൊല്ലി. അങ്ങനെ കൂടപ്പിറപ്പുകൾക്കു വേണ്ടി ജീവിതം മാറ്റിവച്ചപ്പോൾ ഒരു മനുഷ്യായുസ്സിലെ നല്ലൊരു കാലമാണ് ഇവിടെ ഉരുകിത്തീർന്നത്. ഇതിനിടെ ലോകം മുഴുവൻ മാറി. കത്തുകൾ മാറി ഫോണായി. പരിചയക്കാരിൽ ചിലർ വീണു, മറ്റു ചിലർ പിടിച്ചടക്കി. അതിനിടയിൽ തലമുടിയിഴകളിലെ കറുപ്പ് വെളുപ്പിലേക്ക് മാറിയെന്ന മാറ്റം മാത്രമായി അലവിക്കുട്ടിക്ക്. 5 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് എല്ലാം അവസാനിപ്പിച്ച് ജന്മനാട്ടിലേക്ക് മടങ്ങാനുള്ള ഈ ഉള്ളവന്റെ ആഗ്രഹത്തിന് തടസ്സമാകുന്നത്. ഒറ്റക്കടവുള്ളൂ, മറ്റുള്ളവർക്കൊന്നും 10, 5, 15 അങ്ങനെയുള്ള അതൊന്നുമില്ല. ഒറ്റ അത് തീർന്നാൽ റാഹത്തായി, അല്ലെങ്കിൽ ഒരു റാഹത്ത് തന്നെയാണ്. അതിങ്ങനെ കഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടേരും. കുടിയേറ്റത്തിന്റെ ആദ്യകാലത്ത് തന്നെ ഗൾഫിലെത്തിയിട്ടും അവസാനത്തേക്ക് ഒന്നും കരുതിവെക്കാനില്ലാതായി പോയ പ്രവാസ ജീവിതമാണ് അലവിക്കുട്ടിയുടേത്. ഇതിനിടെ ഉമ്മയും ഉപ്പയും വിടവാങ്ങി. സഹോദരങ്ങളെല്ലാം വിവാഹിതരായി. അവരുടെ മക്കൾ, ചെറുമക്കൾ. വീട്ടിലെ ജനനവും മരണവും ആഘോഷങ്ങളുമെല്ലാം കടലിനിക്കരെ നിന്നുകൊണ്ട് കാണാൻ മാത്രമായിരുന്നു വിധി. നമ്മളെ കൂട്ടുകുടുംബത്തിൽ അപ്പൊ ഇന്നലെ കഴിഞ്ഞു കല്യാണം. 27-ാം തീയതി ഒരു കല്യാണം കഴിഞ്ഞു, 29-ാം തീയതി ഒരു കല്യാണം കഴിഞ്ഞു. അതിലൊന്നും കൂടാതെ അതൊന്നും നമുക്ക് അതിനുള്ള ഭാഗ്യമില്ല. പിന്നെ മരണം അതുപോലെ തന്നെ. ഒരു കുട്ടീനെയും കണ്ടിട്ടില്ല, വാപ്പനെ കണ്ടിട്ടില്ല, മരിക്കും ഉമ്മാനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അവിടെ പോകുന്ന 6 മാസം കഴിഞ്ഞായിരിക്കും ആ മരിക്കും ഉമ്മ. അതുപോലെ തന്നെ അമ്മമാര്, പിന്നെ അതുപോലെ തന്നെ പലരും, അമ്മായി, എളാപ്പ, അങ്ങനെയുള്ള കൂട്ടുകുടുംബത്തിലൊക്കെ കാണാൻ പറ്റി. നമ്മൾ പടി കാണാൻ പറ്റും. ഇത് നമുക്ക് യോഗമില്ല എന്ന് മാത്രം. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുക. ആടുജീവിതമെങ്കിലും അലവിക്കുട്ടിക്കിന്നിത് ആനന്ദ ജീവിതമാണ്. ഹൃദ്രോഗിയായി നാട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ ഭാര്യയെ ഉടമയുടെ സഹായത്തോടെ അരികിലെത്തിക്കാനായത് തന്നെയാണ് ഇതിന് കാരണം. വിജയിച്ച പ്രവാസികൾ മാത്രമാണ് സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവരെ ആഘോഷിക്കാനും ആദരിക്കാനും സംഘടനകൾ പരസ്പരം മത്സരിക്കുന്നു. പക്ഷേ ബഹുഭൂരിപക്ഷവും പരാജയപ്പെട്ട പ്രവാസികളാണ്. ജീവിക്കാനുള്ള വരുമാനം മാത്രം നേടിയവർ, സ്വത്തും സമ്പാദ്യവും ഉണ്ടാക്കാൻ പറ്റാത്തവർ. ആ വലിയൊരു വിഭാഗത്തിന്റെ പ്രതിനിധി മാത്രമാണ് അലവിക്കുട്ടി.
നിറഞ്ഞുകവിഞ്ഞ സൗകര്യങ്ങളും സമ്പാദ്യങ്ങളൊന്നുമില്ലെങ്കിലും മനസമാധാനം നിറഞ്ഞ ദിവസങ്ങളാണ് തന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന് പറഞ്ഞ ആ മനുഷ്യൻ എല്ലാ വേദനകളെയും തുടച്ചുകളയും. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് പഠിത്തം കണക്കാക്കിയിട്ടുണ്ട്, അതുപോലെ വരുള്ളൂ. കടങ്ങളൊക്കെ വീടിക്കോളും, ഒക്കെ വീടും, നമ്മളൊക്കെ വീടും, ഒക്കെ ശരിയായിക്കോളും. ഇനിയിപ്പോൾ അധികം ഇല്ലല്ലോ, സമയമില്ല. ഏറെ ഒരു 5 കൊല്ലം സമയമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, സമയമൊന്നും ആയിട്ടില്ല. കാലം കിടക്കല്ലേ. മരണം എവിടെയാണെന്നൊന്നും പറയാൻ പറ്റുമോ നമുക്ക്? നമ്മൾ ചിലപ്പോൾ നാട്ടിൽ പോണ സമയത്ത് അവിടെ ആയിരിക്കും, പറയാൻ പറ്റുമോ? ഒരു ഉമ്രൊക്കെ ചെയ്യണമെന്നുണ്ട്, അതൊന്നും ചെയ്തുകൊണ്ട് നാട്ടിൽ സമയം വരുമ്പോൾ വെളിവാളുണ്ടാവും, അപ്പാട് പോകണം.